എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BCom BBA ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റിലെ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് 5 മാർക്ക് ആൻഡ് 10 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസിലൂടെ പറയുന്നത്. എന്നാൽ പോലും നിങ്ങൾ മറ്റൊരു സബ്ജക്റ്റിന് ഉറപ്പ് നൽകുന്നത് പോലെ നമുക്ക് ബിസിനസ് റെഗുലേഷൻ ഒരു ഉറപ്പ് നൽകാൻ പറ്റില്ല. കാരണം വൈഡർ സിലബസ് ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് മുഴുവൻ മൊഡ്യൂൾസും സിലബസ് പ്രകാരം പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് പാസ്സാവാൻ പറ്റുള്ളൂ. മുൻ വർഷങ്ങളിൽ ഒരുപാട് പേർക്ക് സപ്ലി വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ്. എന്നാൽ പോലും നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലെ ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഏജൻസി, അതുപോലെ ഇന്ന് ചെയ്യാൻ പോകുന്ന ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്, ഇത്തരം മൊഡ്യൂളുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അത്തരത്തിലുള്ള മൊഡ്യൂൾ കണ്ടെത്തി അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കണ്ടെത്തി അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഏതാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റും കൂടെ ചെയ്യുക. ആദ്യം നമുക്ക് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് മൊഡ്യൂളിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ ബെയിൽമെൻറ്റ്. വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് ചോദിച്ച് കാണാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. ബെയിൽമെൻറ്റ് സിംപ്ലി മീൻസ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് എ ഗുഡ്സ് ഫ്രം ദ ബെയിലർ ടു ദ ബെയിലി. അതായത് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു വസ്തു മറ്റൊരാൾക്ക് ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാർ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത്, അതായത് ആ കാറിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ കാറിൻ്റെ മെയിൻ്റനൻസ് ആണ് പർപ്പസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നു, ആ സ്റ്റിച്ച് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യുക എന്നതാണ് നമ്മുടെ പർപ്പസ്. അത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടും. അപ്പോൾ ബെയിൽമെൻറ്റ് എന്നാൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മളൊരു സാധനം ഒരാളെ ഏൽപ്പിക്കുകയും ആ പർപ്പസ് കഴിഞ്ഞാൽ അത് തിരിച്ചു തരികയും ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിനി ബെയിൽമെൻറ്റ് തീരെ മനസ്സിലാവാത്തവരാണെങ്കിൽ എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബെയിലർ ആൻഡ് ബെയിലി, ആ ഒരു ലൈനും എഴുതുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇപ്പോൾ ബെയിൽമെൻറ്റ് പഠിച്ചു കഴിഞ്ഞു. ബെയിൽമെൻറ്റ് സിംപ്ലി മീൻസ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ബെയിലർ ടു ദ ബെയിലി. അപ്പോൾ എന്താണ് ശരിക്കും ബെയിൽമെൻറ്റ്? ബെയിൽമെൻറ്റ് എന്നാൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മൾ ഒരാളെ ഒരു സാധനം ഏൽപ്പിക്കുന്നു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചു തരുന്നു. നമ്മൾ കാറ് മെയിൻ്റനൻസിന് വേണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു, മെയിൻ്റനൻസ് കഴിഞ്ഞ് തിരിച്ചു തരുന്നു. നമ്മളൊരു സെൽവാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുക്കുന്നു, അവരത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു തരുന്നു. ഇതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലെഡ്ജ്. പ്ലെഡ്ജ് ഈസ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ എ ഡെപ്റ്റ് ഓർ ഒബ്ലിഗേഷൻ. ബെയിൽമെൻറ്റ് പോലെയല്ല, പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം വെക്കുന്നതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിൽ നമ്മൾ സ്വർണം പണയം വെക്കുന്നു, ബാങ്ക് നമുക്കൊരു 10,000 രൂപ ക്യാഷ് തരുന്നു. അപ്പം നമ്മൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് എന്താണ് കൊടുക്കുന്നത്? സ്വർണമാണ്, ഗോൾഡാണ്. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. പ്ലെഡ്ജ് ഈസ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ്. ബെയിൽമെൻറ്റ് പോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ്, രണ്ടിലും അത് പഠിക്കാം. ആസ് എ സെക്യൂരിറ്റി ഓർ ഫോർ എ ഡെപ്റ്റ്, ഡെപ്റ്റിനുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ കൊടുക്കുന്നു, അതാണ് പ്ലെഡ്ജ്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പണയം വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഈസ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോയ ഒരു സാധനം സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പേഴ്സ് കിട്ടുന്നു. ആ പേഴ്സിൽ ഒരു 10,000 രൂപയുണ്ട്, ഒരു ATM കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എടുക്കുകയും നമ്മുടെ കസ്റ്റഡിയിൽ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കളഞ്ഞു പോയ സാധനം സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് നോക്കി പോയിക്കോളൂ. BComനോ BBAക്കോ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഈസ് എ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ്. അവർ ഗുഡ്സ് ഫൈൻഡ് ചെയ്യുന്നു ബിലോങ്ങിങ് ടു അനദർ, മറ്റൊരു വ്യക്തിയുടെ, ആൻഡ് ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആ പേഴ്സൺ എന്നുള്ളത് വേണം, ഫൈൻഡ് ഗുഡ്സ് എന്ന് വേണം, ഗുഡ്സ് അനദർ പേഴ്സൻ്റെതാണെന്ന് വേണം, അത് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ട്. ഇത്രയും പോയിന്റ് കണക്ട് ചെയ്ത് എഴുതണം. പിന്നെ ലീനിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ 2 തരത്തിലുള്ള ലീനാണുള്ളത്, ജനറൽ ലീനും പെർട്ടിക്കുലർ ലീനും. അതൊന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ 5 മാർക്ക് സെക്ഷൻ നോക്കാം. 2 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ടത് ബെയിൽമെന്റ് എന്താണ്, പ്ലെഡ്ജ് എന്താണ്, ലീൻ എന്താണ്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്താണ്. ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയിൽമെന്റ്. ബെയിൽമെന്റിനെ നമുക്ക് 5 ആയിട്ട് തരംതിരിക്കാം. Gratuitous bailment, non-gratuitous bailment, bailment for the exclusive benefits of bailer, bailment for the exclusive benefits of bailee, bailment for the mutual benefits of bailer and bailee. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ പേര് ഓർത്ത് വെച്ചോളൂ. അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷനോ റെമ്യൂണറേഷനോ വാങ്ങാതെ ഒരു സാധനം മറ്റൊരാൾക്ക് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ്. ഒരൊറ്റ പോയിന്റ് ഓർത്താൽ മതി, നോ കൺസിഡറേഷൻ ഓർ റെമ്യൂണറേഷൻ. നമ്മൾ പൈസയൊന്നും വാങ്ങിക്കാതെയാണ് അത്തരത്തിലുള്ള ബെയിൽമെന്റ് നടത്തുന്നത്. നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വാങ്ങിക്കൊണ്ടുള്ള ഒരു സം കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കും. അത് രണ്ടും പഠിച്ചല്ലോ. അടുത്തതാണ് ബെയിൽമെന്റ് ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ. അതായത് ബെയിലർക്ക് മാത്രം ബെനിഫിറ്റ്സ് കിട്ടുന്ന തരത്തിലുള്ള ബെയിൽമെന്റ്. ബെയിൽമെന്റ് ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓഫ് ബെയിലി, ബെയിലിക്ക് മാത്രം ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ദെൻ ബെയിൽമെന്റ് ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ദർ ആർ മെയിൻലി 5 ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. 5 രീതിയിലുള്ള ബെയിൽമെന്റ് ആണുള്ളത്. ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റും നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റും, ബെയിൽമെന്റ് ഫോർ ദ എക്സ്ക്ലൂസീവ് എന്നൊന്നും പഠിച്ചിട്ടില്ലേ, കുഴപ്പമില്ല. ബെയിൽമെന്റ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ, ബെയിൽമെന്റ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബെയിലി, ബെയിൽമെന്റ് ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ നോ കൺസിഡറേഷൻ, നോ റെമ്യൂണറേഷൻ. നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കൺസിഡറേഷൻ ഓർ സം റെമ്യൂണറേഷൻ. ബെനിഫിറ്റ്സ് ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ എന്ന് പറഞ്ഞാൽ ബെയിലർക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു. എക്സ് എന്ന് പറയുന്ന വ്യക്തി വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ എക്സിൻ്റെ കുറേ പ്രധാനപ്പെട്ട ഗുഡ്സും കാര്യങ്ങളും നെയ്ബറുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ബെനിഫിറ്റ്സ് ആർക്ക് മാത്രമാണ്, എക്സിന് മാത്രമാണ്, ബെയിലർക്ക് മാത്രമാണ്, കൊടുക്കുന്നയാൾക്ക്. ഇനി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഫോർ ബെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നയാൾക്കാണ് ബെനിഫിറ്റ്. അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തി വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ എക്സിൻ്റെ സ്കൂട്ടർ നെയ്ബർക്ക് കൊടുത്തു. അപ്പോൾ നെയ്ബർക്ക് എന്ത് ചെയ്യാം, ആ സ്കൂട്ടർ ഓടിച്ച് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ ആ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്, എക്സിനും വൈക്കാണ് കിട്ടുന്നത്. ഇനി ബെയിൽമെന്റ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, ബെയിലർക്കും ബെയിലിക്കും മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന ആൾക്ക് അത് മെയിൻ്റെനൻസ് കഴിഞ്ഞ് കിട്ടും, ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ആ ഒരു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും, പൈസ കൊടുക്കും കാറ് നന്നാക്കിയതിന്. അപ്പം 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. ഇനി ഫീച്ചേഴ്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് ബെയിൽമെന്റ് എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ബെയിൽമെന്റിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്
ഈ 6 പോയിന്റ് ഓർത്താൽ മതി. ഡെലിവറി ഓഫ് ഗുഡ്സ് ഡെലിവറി ചെയ്യും. ബെയിലറിൽ നിന്ന് ബെയിലിയിലേക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യും. സ്പെസിഫിക് പർപ്പസ്, ബെയിൽമെന്റിന് എന്തുണ്ടായിരിക്കണം? ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിരിക്കണം. ദെൻ റിട്ടേൺ ഓഫ് ദി സെയിം ഗുഡ്സ്, ആ സെയിം സാധനം തന്നെ നമ്മളിപ്പോൾ കാറ് റിപ്പയർ ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്താൽ നമ്മുടെ കാറ് തന്നെ തിരിച്ചു തരണം. കോൺട്രാക്ട്, അവിടെ ബെയിലറും ബെയിലിയും തമ്മിൽ ഒരു കോൺട്രാക്ട് വരുന്നുണ്ട്. ഓണർഷിപ്പ് ഒരിക്കലും കൊടുക്കുന്നില്ല. അതായത് ഒരു കാറ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് അത് മെയിൻ്റനൻസിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ബെയിൽമെൻറ്റിൽ ഓണർഷിപ്പ് കൊടുക്കില്ല. ഗുഡ്സ്, ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്ട് നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഗുഡ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്. ഡെലിവറി ഓഫ് ഗുഡ്സ്, ബെയിലറിന് ബെയിലിയിലേക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യണം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. റിട്ടേൺ ഓഫ് ദി സെയിം ഗുഡ്സ് ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. ഓണർഷിപ്പ് ആൻഡ് ഗുഡ്സ്. അതേപോലെ തന്നെ പ്ലെഡ്ജിന്റെ ഫീച്ചേഴ്സും കൂടെ പഠിച്ചു വെക്കണം. ഡെലിവറി ഓഫ് ഗുഡ്സ്, ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ, റിട്ടേണിംഗ് ഓഫ് ഗുഡ്സ്, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം, എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിരിക്കണം. അവിടെ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ബെയിൽമെന്റിൻ്റെതും പ്ലെഡ്ജിൻ്റെതും സെയിം ആണ്. വേണമെങ്കിൽ നിങ്ങൾക്കത് സെയിം ആയിട്ട് പഠിക്കാം. അടുത്തതാണ് റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു ക്ലെയിം ദ റിവാർഡ്, റൈറ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം. ദെൻ ഡ്യൂട്ടീസ്, അതും കൂടെ ഒന്ന് നോക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡിഫറൻസസ് ബിറ്റ്വീൻ ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്. ഇപ്പോൾ ഒരിക്കൽ കൂടെ ബെയിൽമെന്റും പ്ലെഡ്ജും എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫോർ ജനറൽ സർവീസസ് ഓർ ടാസ്ക്. അതായത് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഒരാളെ സാധനം ഏൽപ്പിക്കുന്നു, ആ ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചു തരുന്നു. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഒബ്റ്റെയിനിങ് എ ഡെപ്റ്റ്. നമുക്ക് ഒരു സാധനം നമ്മൾ പണയം വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ എനി പർപ്പസ്. എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ബെയിൽമെന്റ് നടത്താം. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. പ്ലെഡ്ജ് എന്താണ്? സ്പെസിഫിക് ആയ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പണയം വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ബെയിൽമെന്റ് എന്ന് പറയുന്നത് എനി പർപ്പസിന് നമുക്ക് ചെയ്യാം. പ്ലെഡ്ജ് എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസിന് മാത്രം. ബെയിൽമെന്റിൽ 2 പാർട്ടീസ് ആണുള്ളത്, ബെയിലിയും ബെയിലറും. ഇതെല്ലാവർക്കും പഠിച്ചു വെക്കാം. ദർ ആർ 2 പാർട്ടീസ് ഇൻ ബെയിൽമെന്റ് വിച്ച് ഈസ് ബെയിലർ ആൻഡ് ബെയിലി. എന്നാൽ പ്ലെഡ്ജിൽ 2 പാർട്ടീസ് ഉണ്ട്, പോണറും പോണിയുമാണ് പ്ലെഡ്ജിലെ 2 പാർട്ടീസ്. ദെൻ ദ ബെയിലി ക്യാൻ യൂസ് ദ ഗുഡ്സ്. ബെയിലിക്ക് യൂസ് ചെയ്യാം ഗുഡ്സ്, പ്ലെഡ്ജിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഗുഡ്സ്. നമ്മളിപ്പോൾ ബാങ്കിൽ സ്വർണം പണയം വെച്ചു, അതെടുത്ത് ബാങ്കുകാർക്ക് നടക്കാൻ പറ്റില്ല. അടുത്തത് ബെയിൽമെന്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 148 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 172 മുതലാണ് പ്ലെഡ്ജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബെയിൽമെന്റിൽ കൺസിഡറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രസന്റ്. എല്ലായ്പ്പോഴും കൺസിഡറേഷൻ, അതായത് ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ബെയിൽമെന്റ് നടത്തുന്നത്. പ്ലെഡ്ജിൽ എപ്പോഴും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ബെയിൽമെന്റും പ്ലെഡ്ജും ഇതൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടാസ്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ്സ്, ബെയിലർ ബെയിലിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണയം വെക്കുന്നതിനെ. ദെൻ ബെയിൽമെന്റ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടൊരു ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ബെയിൽമെന്റ് ഏത് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് നടത്താം. എന്നാൽ പ്ലെഡ്ജ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ബെയിൽമെന്റിൽ 2 പാർട്ടീസ് ആണുള്ളത്, ബെയിലറും ബെയിലിയും. എന്നാൽ പ്ലെഡ്ജിലും 2 പാർട്ടീസ് തന്നെയാണ്, പോണറും പോണിയും. ബെയിൽമെന്റിൽ ബെയിലിക്ക് ഗുഡ്സ് യൂസ് ചെയ്യാം, പ്ലെഡ്ജിൽ അതിന് സാധിക്കില്ല. ബെയിൽമെന്റ് സെക്ഷൻ 148 ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്ലെഡ്ജ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 172 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബെയിൽമെന്റിൽ കൺസിഡറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രസന്റ്, പ്ലെഡ്ജിൽ കൺസിഡറേഷൻ ഓൾവേസ് പ്രസന്റ്.
അടുത്ത ടോപ്പിക്ക് ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ്. ഇത് വളരെ റെയർ ആയിട്ടേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. കാരണം ഏജൻസി ടെർമിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാം സർക്കുംസ്റ്റൻസസിൽ അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി ടെർമിനേറ്റ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നതാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ സെയിം പോയിന്റ് ഇവിടെ എഴുതിയാലും ഉത്തരം ശരിയായിരിക്കും. ഓൺ എക്സ്പയറി ഓഫ് ദ പീരീഡ്, ആ ഒരു പീരീഡ് കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ. അക്കംപ്ലിഷ്മെന്റ് ഓഫ് പർപ്പസ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ബെയിൽമെന്റ് നടത്തിയത് ആ ഒരു പർപ്പസ് ആവശ്യം കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവസാനിപ്പിക്കാം. ഇൻകൺസിസ്റ്റന്റ് യൂസ് ഓഫ് ഗുഡ്സ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുഡ്സ് യൂസ് ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവസാനിപ്പിക്കാം. ഡെത്ത് ഓഫ് എ ബെയിലർ ഓർ ബെയിലി, കൊടുത്തയാളോ അല്ലെങ്കിൽ ആ ഒരു ബെയിലിയോ മരിച്ചു പോവുകയാണെങ്കിൽ ഈ കോൺട്രാക്ട് അവസാനിച്ചു പോകും. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, നമ്മൾ എന്താണോ ഒരു സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ കൊടുത്തു, ആ സ്കൂട്ടർ നശിച്ചു പോയി തീപിടുത്തത്തിൽ, അപ്പോൾ പിന്നെ ആ കോൺട്രാക്ട് പിന്നെ അവിടെ നിലനിൽക്കില്ല. അതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഈ ഒരു 5 കാരണങ്ങളാൽ ബെയിലറും ബെയിലിയും തമ്മിലുള്ള ആ ഒരു ബെയിൽമെന്റ് കോൺട്രാക്ട് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ എസ്സേ ടോപ്പിക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ എന്ന് പറയുന്നത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലിയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ ആൻഡ് പോണിയും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്, ചില വർഷങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നാൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോവാനും പാടില്ല. കാരണം ഇതെല്ലാവരും നമ്മളെ വീഡിയോ നോക്കി പഠിക്കുന്നവർ മാത്രമല്ല, എല്ലാവരുടെ അടുത്തും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറയണം. കാരണം പല വർഷങ്ങളിൽ ചോദിക്കുന്നതാണ് എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും. ബെയിലറുടെയും ബെയിലിയുടെയും പോണറുടെയും പോണിയുടെയും റൈറ്റ്സും ഡ്യൂട്ടീസും അതെന്തായാലും പഠിച്ചു വെക്കണം. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് പോയിന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പോയിന്റ്സ് പഠിച്ചു വെക്കാം. നമുക്ക് ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സാധനം കൊടുക്കുന്നയാൾ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് കൊടുക്കാം. റൈറ്റ് ടു ടെർമിനേറ്റ് കോൺട്രാക്ട് അവസാനിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു എൻഫോഴ്സ്മെന്റ്, കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ് ബെയിൽഡ്, നമ്മൾ കൊടുത്ത ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ക്ലെയിം ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഗുഡ്സ്, ആ ഒരു പ്രോഫിറ്റ് ഗുഡ്സിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ കൊടുത്തയാൾ ആ ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാനിതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ എക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്, വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള അധികാരം ആ സ്കൂട്ടർ കൊടുത്ത എക്സ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരിക്കും. റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ, അതായത് ആ എക്സ് എന്ന് പറയുന്ന വ്യക്തിയോട് സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ അവിടെ നിന്ന് എന്തോ പറ്റി സ്കൂട്ടറിന്, അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാര തുക ചോദിക്കാനുള്ള റൈറ്റ് എക്സിനുണ്ട്. റൈറ്റ് ടു ടെർമിനേറ്റ് കോൺട്രാക്ട്, എക്സ് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട്, ആ സ്കൂട്ടറിന് തിരിച്ച് പെട്ടെന്ന് വാങ്ങിക്കണം, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് രണ്ടാമത്തെ ദിവസം തന്നെ പോയി അത് വാങ്ങിച്ചു തിരിച്ച്. അപ്പോൾ ആ കോൺട്രാക്റ്റ് അവിടെ അവസാനിക്കുന്നു. റൈറ്റ് ടു എൻഫോഴ്സ്മെന്റ് ഉണ്ട്, ആ കോൺട്രാക്ട് നടപ്പാക്കാനുള്ള അവകാശമുണ്ട് എക്സിന്. റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ് ബെയിൽഡ്, അതായത് എക്സിന് ആ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള അവകാശം എക്സിനുണ്ട്. റൈറ്റ് ടു ക്ലെയിം ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഗുഡ്സ്, എക്സ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തു. വർക്ക്ഷോപ്പുകാർ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒരാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞ് അവർ വേറെ ആളുകൾക്ക് ആ വണ്ടി വാടകയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് ലാഭമുണ്ടാക്കി. അങ്ങനെ ലാഭമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ലാഭം ക്ലെയിം ചെയ്യാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? ഈ ഒരു ബെയിലർക്ക് ഉണ്ട്. ഇത്രയുമാണ് ബെയിലർക്കുള്ള റൈറ്റ്സ്. അപ്പം ഇതൊന്ന് ഇതിൽ റൈറ്റ് ടു ക്ലെയിം ഡാമേജ്, കോമ്പൻസേഷൻ, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. ഇനി ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂട്ടി ടു ബെയർ എക്സ്പെൻസസ്, എന്തെങ്കിലും അതിൽ ചിലവാവുകയാണെങ്കിൽ അത് ബെയർ ചെയ്യാനുള്ള റൈറ്റ് എക്സിനുണ്ട് അല്ലെങ്കിൽ ബെയിലർക്കുണ്ട്. ഡ്യൂട്ടി ടു ബെയർ നോർമൽ റിസ്ക്, ആ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും റിസ്ക് എലമെൻറ്റ് വരികയാണെങ്കിൽ അതിനുള്ള റിസ്ക് ബെയർ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്, ബെയിൽ ചെയ്ത ഗുഡ്സ് റിസീവ് ബാക്ക് ചെയ്യാൻ, തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്ട് ഇൻ ഗുഡ്സ് ബെയിൽഡ്, അതായത് ആ കൊടുത്തിട്ടുള്ള ഗുഡ്സിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള അവകാശമുണ്ട്.
അതുപോലെ തന്നെ ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ബെയിലി ഫോർ എക്സസ് ലോസ്. ആ ഒരു ലോസ് ഇൻഡംനിഫൈ ചെയ്യാനുള്ള അവകാശം കൂടെ ഉണ്ട്, അതിൻ്റെ ഒരു നഷ്ടപരിഹാര തുക വാങ്ങാനുള്ള അവകാശം കൂടെ ഉണ്ട്. ഇനി ബെയിലിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് നമുക്ക് നോക്കാം. ബെയിലിക്കും ഇതേപോലെ തന്നെയാണ്. ഡാമേജ് ക്ലെയിം ചെയ്യാം, എൻഫോഴ്സ്മെൻറ്റ്, ഇൻഡംനിഫൈഡ്, എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം, പെർട്ടിക്കുലർ ലീൻ റൈറ്റ് ഉണ്ട്, ജനറൽ ലീനും ഉണ്ട്. ബെയിലിയുടെ ഡ്യൂട്ടി എന്താണ്? ആ കിട്ടിയിട്ടുള്ള സാധനം, നമ്മളിപ്പോൾ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ കൊടുത്താൽ ആ വർക്ക്ഷോപ്പുകാരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഡ്യൂട്ടി ടു ടേക്ക് കെയർ, റീസണബിൾ കെയർ. നമ്മുടെ ഗുഡ്സ്, ആ ഒരു സ്കൂട്ടർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കെയർ ചെയ്യണം. ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ്, ആ ഗുഡ്സ് സ്കൂട്ടർ എക്സ് വരുമ്പോൾ അത് തിരിച്ചു നൽകണം. അതുപോലെ തന്നെ ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് ആൻ അഡ്വേഴ്സ് ടൈറ്റിൽ, അതിനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും കൊടുക്കരുത്. അൺഓതറൈസ്ഡ്, ആവശ്യമില്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല. മിക്സ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പാർട്സ് ഒന്നും എടുത്ത് വേറെ സ്ഥലത്തൊന്നും കൊണ്ടുപോയി മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പോണറുടെയും പോണിയുടെയും റൈറ്റ്സും ഡ്യൂട്ടീസും കൂടെ നമ്മൾ നോക്കണം. പോണറുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ്, അതുപോലെ തന്നെ റൈറ്റ് ടു റെഡീം ഗുഡ്സ്, റൈറ്റ് ടു പ്രിസർവേഷൻ, അത് സൂക്ഷിച്ചു വെക്കാനുള്ള, റൈറ്റ് ടു മെയിൻ്റനൻസ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, റൈറ്റ് ഓഫ് ആൻ ഓർഡിനറി ഡെപ്റ്റർ. അതുപോലെ തന്നെ പോണറുടെ ഡ്യൂട്ടീസ് 3 പോയിന്റുകൾ, അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്